യുഎയിലെ 40 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് ഏറെ നിർണായകമായ ഒരു മാറ്റത്തിനാണ് തുടക്കമായിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനപ്രകാരം യുഎയിലെ പാസ്പോർട്ട്, വിസ, സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപ്പെടുത്തൽ തുടങ്ങിയ കോൺസുലാർ സേവനങ്ങൾ ഇനി മുതൽ അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് വഴിയാണ് ലഭ്യമാകുന്നത്. ഇതോടെ ദീർഘകാലമായി ഈ സേവനങ്ങൾ നൽകിയിരുന്ന BLS ഇന്റർനാഷണൽ, SGYS ഗ്ലോബൽ എന്നീ ഏജൻസികളുടെ സേവനം അവസാനിച്ചു കഴിഞ്ഞു. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലോ ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫീസിലോ നേരിട്ടെത്തി ഇത്തരം അപേക്ഷകൾ സമർപ്പിക്കാൻ ഇനി സാധിക്കില്ല. രാജ്യത്തുടനീളം സജ്ജീകരിച്ചിട്ടുള്ള 16 പുതിയ ഇന്ത്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെന്ററുകൾ വഴിയാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും അനായാസവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദേശകാര്യ മന്ത്രാലയം ഈ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത്. ഈ സേവന കൈമാറ്റത്തിന് പിന്നിൽ അല്പം സങ്കീർണമായ നിയമപരമായ സംഭവ വികാസങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. മുൻപ് വിദേശകാര്യ മന്ത്രാലയം നടപ്പിലാക്കിയ ടെൻഡർ തെരഞ്ഞെടുപ്പ് നടപടികളിൽ സാങ്കേതികമായ സുതാര്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി ഹൈക്കോടതി ടെൻഡർ നടപടികൾ റദ്ദാക്കിയിരുന്നു. എന്നാൽ യുഎയിലെ ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് അത്യാവശ്യമായ പാസ്പോർട്ട്, വിസ സേവനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ വിദേശകാര്യ മന്ത്രാലയം കേന്ദ്ര ഗവൺമെന്റ് മുഖേന സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. കേസിൽ അന്തിമ തീരുമാനമുണ്ടാകുന്നതുവരെ പ്രവാസികൾക്ക് തടസ്സമില്ലാതെ സേവനങ്ങൾ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് താൽക്കാലിക ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിന് സേവന ചുമതല ഔദ്യോഗികമായി കൈമാറിയത്. വിദേശകാര്യ മന്ത്രാലയം കോടതി നിർദ്ദേശപ്രകാരം പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ ഈ സംവിധാനം തടസ്സമില്ലാതെ തുടരും. പുതിയ സംവിധാനത്തിലൂടെ അപേക്ഷിക്കുന്ന പ്രക്രിയ വളരെ ലളിതമായും സുതാര്യമായും ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനായി പ്രവാസികൾ ഇനി പറയുന്ന ഘട്ടങ്ങൾ കൃത്യമായി പിന്തുടരേണ്ടതുണ്ട്. ആദ്യപടിയായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക പാസ്പോർട്ട് സേവാ പോർട്ടൽ വഴി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കണം. കമ്പ്യൂട്ടറിലോ ഫോണിലോ തനിയെ പൂരിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏത് ആപ്ലിക്കേഷൻ സെന്ററിലെത്തിയും അവിടുത്തെ ജീവനക്കാരുടെ സഹായത്തോടെ ഫോം പൂർത്തിയാക്കാവുന്നതാണ്. രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടം അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ആണ്. ഇതിനായി അൽ ഹിന്ദ് സജ്ജീകരിച്ചിട്ടുള്ള കോൺസുലാർ സേവ ഇൻ UAE.com എന്ന പുതിയ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണം. ദിവസേന രാവിലെ 9 മണിക്കും രാത്രി 9 മണിക്കുമിടയിൽ 2 ഘട്ടങ്ങളായാണ് പുതിയ അപ്പോയിന്റ്മെന്റ് സ്ലോട്ടുകൾ പോർട്ടലിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. അപേക്ഷകർ തങ്ങൾക്ക് സൗകര്യപ്രദമായ ആപ്ലിക്കേഷൻ സെന്ററും തീയതിയും സമയവും ഇതിലൂടെ തിരഞ്ഞെടുക്കണം. അപ്പോയിന്റ്മെന്റ് ഉറപ്പാക്കിയ ശേഷം പാസ്പോർട്ട്, അസൽ രേഖകൾ, ചിത്രങ്ങൾ, അനുബന്ധ പ്രമാണങ്ങൾ എന്നിവ കൃത്യമായി തയ്യാറാക്കി വെക്കണം. നിയുക്ത തീയതിയിൽ നിശ്ചിത സമയത്തിന് 15 മിനിറ്റ് മുമ്പ് മാത്രം അപേക്ഷകർ കേന്ദ്രത്തിൽ എത്തേണ്ടതാണ്. അപേക്ഷയും രേഖകളും സമർപ്പിച്ച ശേഷം സർക്കാരിലേക്കുള്ള ഫീസും സേവന നിരക്കും അടയ്ക്കണം. തുടർന്ന് ലഭിക്കുന്ന സബ്മിഷൻ രസീത് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. ഈ രസീത് ഉപയോഗിച്ച് ഓൺലൈൻ പോർട്ടലിലൂടെയോ പാസ്പോർട്ട് സേവാ പോർട്ടലിലൂടെയോ അപേക്ഷയുടെ തത്സമയ പുരോഗതി പരിശോധിക്കാം. പാസ്പോർട്ട് തയ്യാറായാൽ അപേക്ഷിച്ച കേന്ദ്രത്തിൽ നിന്ന് നേരിട്ടോ അല്ലാത്തപക്ഷം കൊറിയർ മാർഗമോ കൈപ്പറ്റാവുന്നതാണ്. പുതിയ സംവിധാനത്തിൽ അപേക്ഷകർ അടയ്ക്കേണ്ട ഫീസ് ഘടനയിൽ വ്യക്തമായ ധാരണയുണ്ടാകുന്നത് ഏറെ നല്ലതാണ്. മുൻപ് ഓരോ സേവനത്തിനും പ്രത്യേക നിരക്കുകൾ നൽകേണ്ടിയിരുന്ന സ്ഥാനത്ത് പുതിയ മാറ്റപ്രകാരം 19 ദിർഹത്തിന്റെ ഏകീകൃത സർവീസ് ചാർജ് മാത്രമാണ് അൽ ഹിന്ദ് ഈടാക്കുന്നത്. ഈ 19 ദിർഹത്തിൽ ഫോം പൂരിപ്പിക്കൽ, ഫോട്ടോ എടുക്കൽ, ഡോക്യുമെന്റ് ടൈപ്പിംഗ്, അപേക്ഷയുടെ പ്രിന്റൌട്ടുകൾ, ഫോട്ടോ കോപ്പികൾ, അപേക്ഷകന്റെ വിലാസത്തിലേക്കുള്ള ആഭ്യന്തര കൊറിയർ ഡെലിവറി എന്നിവയെല്ലാം അനുബന്ധമായി ഉൾപ്പെടുന്നു എന്നത് പ്രവാസികൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസമാണ് നൽകുന്നത്. സാധാരണ പാസ്പോർട്ട് അപേക്ഷയ്ക്ക് ഗവൺമെന്റ് ഫീസും സർവീസ് ചാർജും ഉൾപ്പെടെ ആകെ 427 ദിർഹവും തൽക്കാൽ സേവനങ്ങൾക്ക് 927 ദിർഹവുമാണ് ആകെ ചെലവ് വരുന്നത്. എല്ലാ കേന്ദ്രങ്ങളും ആഴ്ചയിലെ എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പ്രവർത്തിക്കും. ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ തന്നെ നേരിട്ട് കേന്ദ്രങ്ങളിലെത്തി സേവനങ്ങൾ കൈപ്പറ്റാനുള്ള സൗകര്യവും പുതിയ ക്രമീകരണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തൽക്കാൽ പാസ്പോർട്ട് അപേക്ഷകൾ, നവജാത ശിശുക്കളുടെ ആദ്യ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നവർ, എമർജൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നവർ, 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ വാക്ക്-ഇന്നായി കേന്ദ്രങ്ങളിലെത്താം. ഇവർക്ക് ആദ്യമെത്തുന്നവർക്ക് ആദ്യം എന്ന മുൻഗണനാ ക്രമത്തിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. പ്രവാസികൾക്ക് തങ്ങളുടെ താമസത്തിന് തൊട്ടടുത്ത് തന്നെ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യുഎയിലെ 7 എമിറേറ്റുകളിലായി 16 ആപ്ലിക്കേഷൻ സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നത്. അബുദാബിയിൽ അൽദാനിയിലെ അൽ ഗെയ്ത്ത് ടവർ, മുസഫ ക്യാപിറ്റൽ മാൾ, അൽ ഡ്രീം ഐലൻഡിലെ വഫ്ര സ്ക്വയർ, അലൈനിലെ അൽ ഖിബീസി, മദീന സായിദ്, ഗയാത്തി മാൾ എന്നിവിടങ്ങളിൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. ദുബായിലെ ബർദുബായിലെ UW മാളിലും ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1-ലുമാണ് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഷാർജയിൽ അൽ മജാസിലെ ബെൽ റാഷിദ് ടവർ, അൽ മനാഖിലെ ഇന്ത്യൻ അസോസിയേഷൻ കെട്ടിടം, കൽബ, ഗോർഫക്കാൻ എന്നിവിടങ്ങളിലും കേന്ദ്രങ്ങളുണ്ട്. അജ്മാനിൽ അൽ ജാഫറിലെ ഇന്ത്യൻ അസോസിയേഷൻ കെട്ടിടത്തിലും ഉമൽ ഖുവൈനിൽ ഇന്ത്യൻ അസോസിയേഷൻ അങ്കണത്തിലും കേന്ദ്രങ്ങളുണ്ട്. കൂടാതെ റാസൽ ഖൈമ അൽ മാമൂറയിലെ ഇന്ത്യൻ റിലീഫ് കമ്മിറ്റി ഓഫീസിലും ഫുജേറ അൽ ഫസീൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബിലും കേന്ദ്രങ്ങൾ സജ്ജമാണ്.
പ്രാദേശിക സംഘടനകളുടെ കെട്ടിടങ്ങളും പ്രമുഖ വാണിജ്യ കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണക്കാരായ പ്രവാസികൾക്ക് ഏറെ സഹായകരമാണ്. പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിൽ പ്രവാസികൾ തിടുക്കം കൂട്ടാതെ കൃത്യമായ മുന്നൊരുക്കങ്ങളോടെ വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ. ഓൺലൈൻ വഴി അപ്പോയിന്റ്മെന്റുകൾ എടുക്കുമ്പോൾ പേര്, ജനനത്തീയതി, നിലവിലെ പാസ്പോർട്ട് വിവരങ്ങൾ എന്നിവ തെറ്റുകൂടാതെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. വ്യാജ ഏജന്റുമാരുടെയോ വ്യാജ വെബ്സൈറ്റുകളുടെയോ കെണിയിൽപ്പെടാതെ ഔദ്യോഗിക പോർട്ടലായ consularsevainUAE.com മാത്രം സന്ദർശിക്കുക. വിസ കാലാവധി തീരാൻ കാത്തു നിൽക്കാതെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിയുന്നതിന് 6 മാസം മുൻപെങ്കിലും പുതുക്കൽ നടപടികൾ ആരംഭിക്കുന്നതാണ് ഉചിതം. സാങ്കേതികമായി സുസജ്ജമായ പുതിയ ആപ്ലിക്കേഷൻ സെന്ററുകളും സംയോജിത ഫീസ് ഘടനയും പ്രവാസി മലയാളികൾക്ക് ഏറെ ആശ്വാസകരവും അനായാസവുമായ സേവനാനുഭവം സമ്മാനിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.